സിനിമകളുടെ ഉള്ളടക്കത്തിൽ ഇടപെടാൻ സർക്കാരിന് പരിമിതിയുണ്ടെന്ന് സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ. അക്രമവാസനയും മയക്കുമരുന്ന് ഉപയോഗവും പ്രോത്സാഹിപ്പിക്കുന്ന സിനിമകളെ ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ വിഷയമുള്ളതിനാലാണ് സിനിമയുടെ ഉള്ളടക്കത്തിൽ സർക്കാരിന് ഇടപെടാൻ പരിമിതിയുള്ളതെന്നും മന്ത്രി നിയമസഭയിൽ പറഞ്ഞു. സിനിമാ നിർമ്മാണം പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ അതിന് സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷനാണ് നമ്മൾ അനുമതി നൽകുന്നത്. അതിൻ്റെ ഭാഗമായി ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ വിഷയമുള്ളതിനാൽ സിനിമയുടെ ഉള്ളടക്കത്തിൻ്റെ കാര്യത്തിൽ സർക്കാരിന് ഇടപെടാൻ പരിമിതികളുണ്ട്. ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് സിനിമാ രംഗത്തെ പ്രധാനപ്പെട്ട ഒരു യോഗം കൂടി ഇത്തരത്തിലുള്ള സിനിമകളെ ഒരു കാരണവശാലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല, അത് തത്വത്തിൽ അവർ അംഗീകരിച്ചിട്ടുണ്ട്. ആർ ശ്രീജിത്ത് വിവരങ്ങളുമായി. ശ്രീജിത്ത്, ഇന്നലെ ഹൈക്കോടതി ഈ വിഷയത്തിൽ ഒരു പരാമർശം നടത്തിയിരുന്നു. വയലൻസിനെ ഗ്ലോറിഫൈ ചെയ്യുന്ന സിനിമകൾ അതെങ്ങനെയാണ് സമൂഹത്തിന് ദോഷകരമായി മാറുന്നത് എന്നത്. പക്ഷേ അപ്പോഴും കോടതി പറയുന്ന അതിലൊരു ഇടപെടലിനൊക്കെ പരിമിതിയുണ്ട്. ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നുള്ളതാകാം അവിടെയും കോടതി ചൂണ്ടിക്കാട്ടുന്നത്. ഇതിപ്പോൾ സർക്കാർ പറയുന്നത് എന്താണ്? അനുജ, ഭരണഘടനാദത്തമായ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ പ്രശ്നമാണ് സിനിമകളുടെ ഉള്ളടക്കത്തിൽ ഇടപെടാൻ സർക്കാരിന് പരിമിതിയാകുന്നത് എന്നാണ് സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ നിയമസഭയിൽ പറഞ്ഞത്. സിനിമകളുടെ ഉള്ളടക്കത്തിൽ ഇടപെടാൻ സർക്കാരിന് പരിമിതികളുണ്ട്. എന്നാൽ അക്രമവാസനയും മയക്കുമരുന്ന് ഉപയോഗവും പ്രോത്സാഹിപ്പിക്കുന്ന സിനിമകളെ ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല. സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന പരാതികൾ സെൻസർ ബോർഡിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് സിനിമാ മേഖലയുമായി ഇടയിലെ സംഘടനകളൊരു യോഗം വിളിച്ചും സർക്കാർ കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ട്. അക്രമവും മയക്കുമരുന്ന് ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്ന സിനിമകൾക്ക് നിയന്ത്രണം വേണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര വാർത്താവിനിമയ മന്ത്രാലയത്തിനോടും അടിയന്തരമായിട്ടുള്ള ഇടപെടൽ ആവശ്യപ്പെട്ട് കത്ത് നൽകിയിട്ടുണ്ട്. സെൻസർ ബോർഡിനോട് ഇക്കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് മന്ത്രി അറിയിച്ചത്. എന്നാൽ OTTയിലും ഇത് യഥേഷ്ടം വരുന്നുണ്ട്. OTTയിലും ഇത്തരം സിനിമകൾക്ക് നിയന്ത്രണം കൊണ്ടുവരണമെന്നാണ് സർക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇക്കാര്യത്തിൽ എത്രമാത്രം ഫലപ്രദമായ ഇടപെടൽ നടത്താൻ കഴിയുമെന്ന കാര്യത്തിൽ സർക്കാരിന് തന്നെ സംശയമുണ്ട്. സിനിമകളുടെ ഉള്ളടക്കത്തിൽ ഇടപെടാൻ സർക്കാരിന് പരിമിതിയുണ്ട് എന്നാണ് സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ നിയമസഭയിൽ പറഞ്ഞത്. മയക്കുമരുന്ന് ഉപയോഗം അതുപോലെ തന്നെ അക്രമവാസനയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന സിനിമകളെ ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല. പക്ഷേ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ വിഷയമുള്ളതിനാൽ സിനിമകളുടെ ഉള്ളടക്കത്തിൽ ഇടപെടാൻ സർക്കാരിന് പരിമിതിയുണ്ട് എന്നാണ് നിയമസഭയിൽ സജി ചെറിയാൻ വ്യക്തമാക്കിയത്.